അക്കാഡമിയുടെ ഒരു പ്രീമിയം കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കഴിഞ്ഞ് കോൺവൊക്കേഷന് മുന്നേ തന്നെ ജോലി കിട്ടിയിരിക്കുന്ന 2 പേരാണ് ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത്. നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് കോൺവൊക്കേഷൻ നടക്കുന്നതിനേക്കാളും മുന്നേ തന്നെ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടിയിട്ട് കയറാൻ വേണ്ടി പറ്റിയിരുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? വീട്ടിൽ നിന്ന് എല്ലാവരും എന്തായിരുന്നു നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വീട്ടിൽ നിന്നെല്ലാം വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു. ഇത്രയും പൈസ കൊടുത്തിട്ട് വേഗം തന്നെ പ്ലേസ്ഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. ഓക്കെ, അതിൽ എഡ്വിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടുള്ള? എഡ്വിന്റെ ടീച്ചേഴ്സിൽ നമ്മള് ഇപ്പൊ ആര്യ മാം ആയിരുന്നു. ആര്യ മാം വളരെ സപ്പോർട്ട് ചെയ്യുന്നു. എന്ത് ഡൗട്ട്സ് ഉണ്ടായാലും ഇപ്പൊ കയറി തന്നെ നമുക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. മാമിനോട് വിളിച്ച് ചോദിച്ച് ഫാക്കൽറ്റീസ് എല്ലാവരും തന്നെ ഭയങ്കര കമ്പനിയാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായാലും തന്നെ നമ്മളിപ്പോൾ ആരോട് ചോദിക്കാനും ടീച്ചേഴ്സിനോടെല്ലാം ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് കുറച്ച് പേടി ഉണ്ടാവുമല്ലോ. ഇപ്പം അങ്ങനെയൊന്നുമില്ല, നല്ല ഫ്രീഡാണ്. എന്തും ചോദിക്കാം, എപ്പോഴും ചോദിക്കാം. അതുകൊണ്ടാണ് ടീച്ചറെ വേഗം വിളിക്കും, ചോദിക്കും. ഓക്കെ, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എഡ്വിൻ്റെ സിലബസ് നിങ്ങൾ എത്രത്തോളമാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മളിവിടെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് എനിക്കിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇതായിട്ട് വരുന്നത്. നമ്മളെ സോഷ്യൽ മീഡിയ, അവരെ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, ഇൻസ്റ്റാഗ്രാം, അതെല്ലാം നമ്മൾ എഡ്വിന് പഠിപ്പിച്ചത് സെയിം തന്നെയാണ് നമ്മളിപ്പോൾ ഇതാക്കുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആര്യമാമിന്റെ സപ്പോർട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ചോദിക്കാനുള്ളത്, ആസ് എ പേഴ്സൺ നിങ്ങൾക്ക് എഡ്വിനിൽ വന്നതുകൊണ്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടായിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടായിരിക്കുന്നത്? പൊതുവെ ഞാൻ ഡിഗ്രി വരെ പഠിച്ചതിൽ ടീച്ചേഴ്സായിട്ട് അങ്ങനെ കമ്പനി ആവാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ഫാക്കൽറ്റീസ് ഒക്കെ നല്ല കമ്പനിയാണ്. നമുക്ക് എല്ലാം എന്തെങ്കിലും ഡൗട്ട്സിന് പെട്ടെന്ന് തുറന്നു പറയാൻ കഴിയും എന്തുണ്ടെങ്കിലും. പിന്നെ ഭയങ്കര ഇൻട്രോവേർട്ടാണ് ഞാൻ. ഭയങ്കര അല്ല, എന്നാലും അധികം സംസാരിക്കാനൊരു പേടിയാണ്. പക്ഷെ ഇവിടെ വന്നേരം ആ ഒരു പേടിയോ കാര്യങ്ങളോ ഇല്ല. പെട്ടെന്ന് കമ്പനി ആവാൻ കഴിയുന്നില്ല. ഓക്കെ, സ്റ്റേജ് ഫിയർ കാര്യങ്ങളൊക്കെ അതെല്ലാം മാറിക്കും. പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ഇത് നല്ല ചെയ്യിപ്പിക്കുന്നുണ്ട്. ആക്ച്വലി പ്രസന്റേഷൻ ലൈവ് പ്രൊജക്ട്സ് എല്ലാം നമ്മൾ ചെയ്ത് ഓൾറെഡി എല്ലാം എക്സ്പീരിയൻസ്ഡ് ആക്കിയിട്ടാണ് എഡ്വിന് നമ്മളെ പുറത്തേക്ക് വിടുന്നത്. സോ അടിപൊളി. ഇന്ന് ഈ കോൺവൊക്കേഷൻ സെറമണിക്ക് വേണ്ടിയിട്ട് ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ട് വന്നിരിക്കുന്ന ആളുകളാണ് നമ്മളുടെ കൂടെ നിന്നുണ്ടായിരുന്നത്. എനിവേ ഇവർക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു.